നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ടേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ പഴം കൊണ്ടിട്ടൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്, ഒരു 5 ഏത്തപ്പഴം നമ്മളിതുപോലൊരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണേ. നമ്മളിതിൻ്റെ വാലും തലയും ഒന്നും കട്ട് ചെയ്ത് കളയുന്നില്ല. നമ്മൾ ഈ ഏത്തപ്പഴം ഇതുപോലെ തന്നെ വെച്ചിട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുങ്ങിയെടുക്കുകയെന്ന് വെച്ചിട്ട് 15 മിനിറ്റോളം നന്നായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെക്കണം. അത് വെന്തതിന് ശേഷം നമുക്ക് തുറന്ന് മാറ്റി വെക്കാം കേട്ടോ. ഈ തുറന്ന് വെക്കുന്ന സമയത്ത് തുറന്ന് തന്നെ വെക്കണം. അതായത് പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഏത്തപ്പഴത്തിൻ്റെയൊക്കെ ചൂട് പോകാൻ കുറച്ചധികം സമയം എടുക്കും. പെട്ടെന്നൊന്നും അങ്ങനെ തണുത്ത് വരില്ല. അതുകൊണ്ട് നമുക്ക് ആദ്യമേ തന്നെ ഇത് മാറ്റി വെക്കാം. ആ സമയത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ ഏത്തപ്പഴം തണുത്ത് നന്നായിട്ടുണ്ടാവും. പെട്ടെന്ന് ചൂട് പോലെ ഫാൻ്റെയൊക്കെ കീഴെ കൊണ്ടുവച്ചാൽ പെട്ടെന്ന് ചൂടാറി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തേക്ക് ഒരു സ്പൂൺ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണേ. പാത്രം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നെയ്യ് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് നെയ്യ് ഉരുകി വരുമ്പോഴത്തേനും നമ്മളിതിനകത്തേക്ക് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുമ്പം തന്നെ പ്രത്യേകമായൊരു ടേസ്റ്റ് ഉണ്ടാവും. അണ്ടിപ്പരിപ്പും തേങ്ങയും ജീരകവും മധുരമൊക്കെ കൂടി ആകുമ്പോഴത്തേനും നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മലബാർ സൈഡിൽ കണ്ടുവരുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ അതെല്ലാവർക്കും ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. ഭയങ്കര റിച്ചായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തേക്ക് കടലപ്പരിപ്പ്, അതായത് പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും ജീരകവും ഏലക്കയും പിന്നെ കുറച്ച് മധുരവും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേനും അടിപൊളിയായിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഈ ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് കഴിക്കാനൊക്കെ ഒരു പ്രത്യേക രുചിയാണ്. കാരണം ഇവിടെ വന്ന് കുറേ നാളിങ്ങനെ ഈ പലഹാരം കഴിച്ചിട്ടുള്ളത് കാരണം ഇത് വീട്ടിലുണ്ടാക്കി നമുക്ക് ആവശ്യത്തിന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കൊതി തോന്നിയിട്ട് ഉണ്ടാക്കുന്നതാണേ. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു മുറി തേങ്ങ അങ്ങനെ തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊന്നും ആവശ്യം വരില്ല. നമുക്ക് പിറ്റേ ദിവസം കൂടെ ഉപയോഗിക്കാനുള്ള രീതിയിൽ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് ഈ നെയ്യിലൊന്ന് വറുത്തെടുക്കുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ടേസ്റ്റ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ വറുത്തെടുക്കുന്ന എല്ലാ സാധനത്തിനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്ത് പലഹാരം നമ്മളിങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ആവശ്യത്തിന് നമുക്ക് മധുരം ചേർക്കാം കേട്ടോ. മധുരം എന്ന് വെച്ചാൽ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത്. വേറെ ശർക്കര ചേർത്ത് അങ്ങനെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല. പഞ്ചസാര തന്നെയാണ് മധുരം. ഞാൻ ഒരു 3 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ മധുരം ഒട്ടും കുറയ്ക്കേണ്ട. ഷുഗറൊക്കെ ഉള്ളവർ കഴിക്കാതിരിക്കും. ഇതുവരെ നമുക്ക് ഷുഗർ വന്ന് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടിട്ട് നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ നമുക്ക് ആഗ്രഹവും കൊതിയുള്ളപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ. ഇല്ല, നമ്മൾ ഷുഗറൊക്കെ വന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വശത്തേക്കേ നോക്കണ്ട. അത് കഴിക്കാൻ പാടില്ല, ഇത് കഴിക്കാൻ പാടില്ല, ഇങ്ങനെ കഴിക്കാവുള്ളൂ, അങ്ങനെ കഴിക്കാവുള്ളൂ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരും. അപ്പോൾ ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുപോലെ നമ്മളെ ഇഷ്ടത്തിന് എല്ലാം കഴിക്കുക. ഒന്നിലും മാറ്റി നിർത്തണ്ട. ഇതാ ഈ ഇതിനകത്തിട്ടിരിക്കുന്ന പഞ്ചസാര അങ്ങ് വല്ലാണ്ട് അലിന്ന് പോകുമൊന്നും വേണ്ട. ജസ്റ്റ് ആ തേങ്ങയിലൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം നമ്മൾ ഉടച്ചെടുക്കുന്ന സമയത്തിന് ഇതും കൂടെ തണുത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഈക്വലായിട്ടുണ്ടാവും. അപ്പോൾ ഏത്തപ്പഴം നമ്മൾ തണുക്കാൻ വെച്ചപ്പോഴത്തേനും നമ്മളിവിടെ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ സമയം തന്നെ നമുക്ക് ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെക്കാം. ചെറു തീയിൽ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്കത് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമ്മളൊരു പാത്രത്തിലേക്ക് ഈ ഏത്തപ്പഴം ഇട്ട് എല്ലാം ഏത്തപ്പഴം തൊലി പൊളിച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഇത്തിരി അരിപ്പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ ഞാൻ അങ്ങനെ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഒന്ന് നെയ്യ് തന്നെ പുരട്ടിയിട്ടാണ് അതിനകത്തേക്ക് എടുക്കുന്നത് കേട്ടോ. വേറെ ഒന്നും നമ്മൾ ചേർത്തില്ല. പഴം തന്നെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വേറെ യാതൊരു ഇൻഗ്രീഡിയൻസും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല.
അവിടെ ഉണ്ടാക്കുന്ന പലഹാരം ഇതേപോലെ തന്നെ പഴം തന്നെ ഉപയോഗിച്ചിട്ട് വേറെ എന്തെങ്കിലും ചേർക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കഴിച്ചിരിക്കുന്നതെല്ലാം പഴത്തിൻ്റെ ടേസ്റ്റാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കി കണ്ടിരിക്കുന്ന വീഡിയോയും എല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇതുണ്ടോ, ഏത്തപ്പഴത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. എന്തായാലും ഏത്തപ്പഴം നല്ലപോലെ ഞാൻ ഉടച്ചെടുക്കുന്നുണ്ട്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പരുവത്തിലാക്കി ഇട്ടിരിക്കുകയാണ്. പക്ഷെ അതേപോലെ തന്നെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും സ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഉടച്ചു കൊടുക്കുകയാണ്. വീണ്ടും ഞാനിങ്ങനെ നന്നായിട്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചൂട് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്ത സമയത്ത് ചൂട് പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നല്ലപോലെ തന്നെ ഈ ഉടച്ചെടുക്കേണ്ടി വരുന്നത് എനിക്ക്. പിന്നെ ഞാൻ ആദ്യം ഒരു ഇത്തിരി പൊടി ഇട്ട് നോക്കി, അരിപ്പൊടി. പിന്നെ എനിക്ക് തോന്നി വേണ്ട, നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ തന്നെ കഴിക്കാം. ആ പഴത്തിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. പഴം തന്നെ വെച്ചിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ അതിടാൻ ഞാൻ ശ്രമിച്ചില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഞാൻ നല്ലപോലെ ഒതുക്കിയെടുത്ത് കയ്യിലിച്ചിരി നമ്മളിതിനകത്തേക്ക് കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കണം. എണ്ണ തേക്കരുത് കേട്ടോ, നെയ്യ് തേക്കുമ്പോഴത്തേന് ഇതിനകത്ത് നമ്മൾ എണ്ണയിൽ വറുത്ത് കോരുന്ന സമയത്ത് എണ്ണ പിടിക്കില്ല, അധികം എണ്ണ അങ്ങോട്ട് പിടിച്ചു വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഈ നെയ്യിലാകുമ്പോഴത്തേനും ഒട്ടി പിടിക്കില്ല കയ്യിൽ. നമ്മുടെ കയ്യിൽ നെയ്യ് തേക്കുക. ഇതിലും കൂടെ കുറച്ച് നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ, ഒരുപാട് ഇടണമെന്നൊന്നുമില്ല, കുറച്ച് ഇട്ട് കഴിയുമ്പോഴത്തേനും നെയ്യ് കുടിക്കത്തില്ല, എണ്ണ കുടിക്കത്തേ ഇല്ല, നമ്മുടെ കയ്യിലാണ് ഒട്ടി പിടിക്കത്തുമില്ല കേട്ടോ.
ഏകദേശം നമ്മളൊരു 5 പഴം കൊണ്ട് 6-7 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യമേ. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലാകുമ്പോഴത്തേനും നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പതുക്കെ ഉണ്ടാക്കിയാലും മതി. വലിയ തിരക്കിട്ട് നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അധികം എണ്ണ യൂസ് ആവാത്ത രീതിയിൽ നമുക്ക് കുറേശ്ശെ ഓരോന്നിട്ട് വേവിച്ചെടുക്കാവുന്ന രീതിയിൽ ഉണ്ടാക്കിയാലും മതി. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ പഴം ഇഷ്ടപ്പെടാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും, ആഹാരത്തിന് ഡിഫറൻസ് കാണിക്കുന്ന കുട്ടികളുണ്ടാവും. എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്ന കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് ഇതെന്തായാലും പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മധുരം അധികം ഇഷ്ടപ്പെടാത്തവർക്കും ഒന്നും ഇങ്ങനത്തെ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കരുത്. ഞാനൊരു മധുരപ്രേമി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. പിന്നെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ. മധുരം വെച്ച പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്തായാലും മലബാറിൻ്റെ ഈ രുചിക്കൂട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കി നോക്കി, അവർക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. വീട്ടിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന പലഹാരമാണ്. നമ്മൾ പഴമൊക്കെ വെറുതെ വാങ്ങിച്ച് കറുത്ത് പോയിട്ട് എടുത്ത് കളയുന്നതിലും നല്ലതാണ് ഇങ്ങനെ നമുക്ക് ഓരോന്നുണ്ടാക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ വെറൈറ്റി പലഹാരങ്ങളൊക്കെ നമുക്ക് പരീക്ഷിക്കുന്നതും നമുക്കത് കുട്ടികൾക്ക് കൊടുക്കുന്നതും നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടത്തില്ലേ, നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാതെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കുമ്പോഴും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ പുതിയ റെസിപ്പികൾ ഒരുപാട് കൊണ്ടുവരുന്നതാണേ. അപ്പോൾ എല്ലാവരോടും പുതിയ റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ.